അങ്ങനെ രാവിലെ തന്നെ കിണിച്ചോണ്ടിരിക്കണ ഞാൻ ചിരിച്ചിട്ടെടുത്തെങ്കിലും സമയം വൈകി വേഗം പോട്ടെ. ഒറ്റപ്പുലി റൈഡറായ സന്തോഷ് കൈയും കൊണ്ട് പീസ് ഔട്ടും കാണിച്ച് അതേപോലെ തന്നെ സാൻഡ്രയുടെ വക ഒരു നമസ്കാരം കാണിച്ചതിന് ശേഷം നമ്മൾ നേരെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് നേരെ റൗണ്ട്സിന് പോയപ്പോൾ അവിടുത്തെ ഒരു കണ്ണാടി കുട്ടി കൊള്ളാമായിരുന്നു. റൗണ്ട്സ് കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ കിടക്കുന്ന ഒരു ഡമ്മിയുമ്പോൾ മൂക്ക് പിടിച്ച് ശ്വാസം പിടിപ്പിച്ച് കൊല്ലാൻ നോക്കിയപ്പോൾ അതിന് ഉടലുണ്ടായിരുന്നില്ല. അപ്പുറത്ത് കിടക്കുന്ന ഡമ്മിക്കാണെങ്കിൽ തലയുണ്ടായിരുന്നില്ല. നേരെ തല പിടിച്ച് തിരിച്ച് കൊല്ലാനാണ് നോക്കിയത്. എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ് നോക്കണേ. എന്തായാലും അതിന്റെ ശേഷം അവിടെ വലിയൊരു സ്ക്രീൻ കണ്ട് ആ സ്ക്രീനുമ്പോൾ വെറുതെ ഒരു ബട്ടൺ ഞെക്കി നോക്കിയപ്പോൾ അത് കത്തി ഓണായി കാണുമ്പോൾ അതിന്റെ ഒരു ഞെട്ടലും അതേപോലത്തെ വേഗത്തിൽ അടുത്തൊരു കുത്തുകൂടി കുത്തിയപ്പോൾ അത് ഓഫ് ഓൺ ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ തന്നിട്ട് ലാല എന്നൊരു പാട്ടും പാടിയോടെ നിന്നു. അതിന്റെ ശേഷം അവിടെ നോക്കിയപ്പോൾ ഒരു പ്രിന്റർ ഉണ്ടായിരുന്നു. കുത്തി 4 കുത്തലോ 2 തട്ടലും തട്ടിയതിന് ശേഷം ഗ്ലാസ് കുട്ടിയിൽ കിടക്കുന്ന ആ പൂ കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് മണപ്പിച്ച് നോക്കിയപ്പോ എന്റെ മോനെ ഒരുമാതിരി മണം പോയി. അതിന്റെ പോലെ ഒന്ന് ഞെക്കി നോക്കിയപ്പോ പ്ലാസ്റ്റിക് പൂ. അവിടെ കിടക്കുന്ന ചെയറിൽ ടൈറ്റാനിക്കിൽ തിരിയും. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു കേസ് തന്നപ്പോ ചൈനീസ് മൊത്തം മനസ്സിലായി.